തന്നെ. ഇങ്ങനെ മുറി പരിശോധിക്കുന്ന കണ്ട ചേട്ടന് ദേഷ്യം വരും. അവന് ദേഷ്യം വന്നാ എനിക്കെന്താ? മക്കളെ പേടിച്ച് കഴിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നീയും പ്രിയനും ചേർന്നാണ് എന്നെ മണ്ടിയാക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് നന്നായി അറിയാം. രണ്ടുപേരുടെ ഓവർ സ്നേഹപ്രകടനവും വാതിൽ കുറ്റിയിട്ട് മുറിയിലിരുന്നുള്ള സംസാരവും തുടങ്ങിയപ്പോഴേ ഞാൻ സംശയിക്കേണ്ടതായിരുന്നു. അവൻ അടച്ചുപൂട്ടിയിട്ട് ഈ മുറിയിൽ എന്താ സൂക്ഷിച്ചതെന്ന് എനിക്ക് അറിയണം. ഇതാരടി? നിനക്കെല്ലാം അറിയാം. അയ്യോ അമ്മേ, എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? ചേട്ടന്റെ മുറിയിൽ ഒരു ബാഗ് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? ശരിയാ, നിന്നെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആ വൃത്തികെട്ടവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ അവനെ സഹായിച്ചവളല്ലേ നീ? നിന്നിൽ നിന്ന് ഒരു സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവളെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചോളാം. പാറു, എടി പാറു, ഇറങ്ങി വാടി പുറത്തു. അമ്മേ, അമ്മ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ. അപ്പുറത്തും ഇപ്പുറത്തുള്ളവര് കേട്ടാ എന്ത് വിചാരിക്കും? ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നീയും നിന്നെ ചേട്ടനും ഒരുത്തി വീട്ടിൽ വിളിച്ച് കേട്ടില്ലായിരുന്നു. അമ്മ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്നും ചെയ്യാതെ ചേട്ടൻ വരുന്നിടം വരെ സമാധാനമായിട്ടൊന്ന് ഇരിക്കേ. ആരെങ്കിലും പറയുന്ന കേട്ട് ഇങ്ങനെ ഇമോഷണൽ ആവാതെ ചേട്ടന് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്ക്. അവൻ എന്തൊക്കെ നുണകളാ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ വരുന്നതിന് മുമ്പ് തന്നെ അവളെ ഞാൻ കണ്ടുപിടിക്കും. ഈ വീട്ടിലാകെ ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ. അവൾ എവിടെ പോയി ഒളിക്കാനാ? ഈയിടെയായി നീയും പ്രിയനും കുറെ സമയം ടെറസിൽ ചെലവെക്കുന്നുണ്ടല്ലോ, അതെന്തിനാ? അത് ഞാൻ ഈ മുറി കയറാറുള്ളപ്പോ അവളെ അവിടെയായിരിക്കും നിർത്താറുള്ളത് അല്ലേ? അവളെ എന്റെ കൈ കെട്ടിയാ അവളുടെ അവസാനമായിരിക്കും. അമ്മേ, അമ്മ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ എത്തണം. അമ്മേ, പാറു, അമ്മേ, എടി പാറു. ഇവിടെ ആരുമില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനായില്ലേ? ഇല്ല, പാറു ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. നീ പോയി ആ ടാങ്കിൽ നോക്ക്. എന്തിനാ അമ്മേ? അതിന്റെ അകത്തേക്ക് ആര് കയറി വിളിക്കാനാ? നീ പറഞ്ഞത് ചെയ്താ മതി. പോയി നോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ഒന്നും ആരും ഇല്ല. ആണോ? എന്നാ ടാങ്കിന്റെ അടപ്പങ്ങ് അടച്ചേക്ക്. അതിനകത്ത് ആരും ഇല്ലല്ലോ, പിന്നെന്തിനാ വെള്ളം ചെത്തിയാക്കുന്നേ? അതങ്ങ് അടച്ചേക്ക്. നീ മൂടുന്നുണ്ടോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഞാൻ തന്നെ മൂടിക്കോളാം. പേടിക്കണ്ട, ചേട്ടൻ വരുന്നിട വരെ ഒന്ന് പിടിച്ചു തന്നാ മതി. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളൂ. ഞാൻ അടയ്ക്കാൻ പോവാണേ.